Hello friends, welcome to the world of CMA. നമ്മളിന്ന് ആദ്യം 2018 ജൂണിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. The following figures are taken from the account of B Limited, a manufacturing concern for the month of October 2017. Indirect material, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ എക്സ് വൈ സെഡിൻ്റെ തന്നിട്ടുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ മെയിൻ്റനൻസ് സ്റ്റോഴ്സിൻ്റെയും തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് വേജസ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് വൈ സെഡ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നിട്ടുണ്ട്. അതർ എക്സ്പെൻസസ്, പവർ ആൻഡ് ലൈറ്റ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഇൻഷുറൻസ് ഓഫ് അസറ്റ്സ്, മീൽ ചാർജസ്, ഡിപ്രീസിയേഷൻ 6% പെർ ആനം ഓൺ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ് എന്നാണ് തന്നേക്കുന്നത്. ഇനി വേറെ അതർ ഇൻഫോർമേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഇതിലാണ് നമുക്ക് അപ്പോഷൻ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ സർവീസ് റെൻഡേർഡ് ബൈ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്നത് എക്സിന് വൈ ഇസഡിന് ഏത് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് തിരിച്ചും റേഷ്യോ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രം ദ എബോവ് ഡാറ്റ പ്രിപ്പയർ എ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഷോവിങ് അപ്പോർഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് 2018 ജൂണിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള സിമ്പിളാണ്. 6 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ നമുക്കിത് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഞാനിങ്ങനെ വരച്ച് കഴിഞ്ഞു. ഐറ്റം ബേസിസ് ടോട്ടൽ എക്സ് വൈ സെഡ് മെയിൻ്റനൻസ് സ്റ്റോഴ്സ് എന്നുള്ളത് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തിലാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ അവിടെ തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. അത് അതേപോലെ തന്നെ എടുത്തെഴുതുക. $19,000, $24,000, $4,000, $30,000, $8,000 എന്ന് തന്നിട്ടുണ്ട് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് വേജസും തന്നിട്ടുണ്ട്. ടോട്ടൽ കോൾ എഴുതിയിട്ടില്ല കേട്ടോ, അത് ഞാൻ എഴുതാം. ഇൻഡയറക്റ്റ് വേജസും ഇവിടെ തന്നിട്ടുണ്ട്. 18,000, 22,000, 6,000, 20,000, 13,000, 20,000 ആൻഡ് 13,000 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസിൽ ഫസ്റ്റ് വൺ ആണ് പവർ ആൻഡ് ലൈറ്റ്, 1,20,000. പവർ ആൻഡ് ലൈറ്റ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത്, ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? എന്തിൻ്റെ അടിസ്ഥാനം? പവർ എന്ന് വെച്ചാൽ കിലോ വാട്ട് അവേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. പവർ കിലോ വാട്ട് അവേഴ്സിൻ്റെ ഇതിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, എത്രയായിരുന്നു? 1,20,000. ഓക്കെ, നെക്സ്റ്റ് റെൻ്റ് ആൻഡ് റേറ്റ്സ് 56,000. റെൻ്റ് ആൻഡ് റേറ്റ്സ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കേണ്ടത്? ഏരിയയുടെ അടിസ്ഥാനത്തിൽ. റെൻ്റ് ആൻഡ് റേറ്റ്സ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് ഇൻഷുറൻസ് ഓഫ് അസറ്റ്സ്. ഇൻഷുറൻസ് ഓഫ് അസറ്റ്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുള്ളൂ? ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. മീൽ ചാർജസ്, മീൽ ചാർജ് എന്തായിരിക്കും? എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിൽ. ഡിപ്രീസിയേഷൻ 6% പെർ ആനം ഓൺ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. ആ 6% എടുത്ത് 6% എടുക്കുമ്പോൾ എങ്ങനെ 6% എടുത്തിട്ട് അതിൻ്റെ ഈ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്സിൻ്റെ അതിൻ്റെ റേറ്റിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ എല്ലാ റേഷ്യോയിലും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ടോട്ടലും കണ്ടു. ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്നും പറയുന്നത്. കാരണം നമ്മൾ ഇതേപോലത്തെ നിറയെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ എന്ന്. ഇതിൽ ഡിപ്രീസിയേഷൻ മാത്രമേ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. കാരണം ഡിപ്രീസിയേഷൻ 6% ഓൺ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 20 ലാക്കാണ്. ആ
ആ 20 ലാക്കിൻ്റെ 6% എടുക്കുക. അപ്പോൾ 1,20,000 കിട്ടും. ആ 1,20,000 എന്നുള്ളത് എന്താണ് 1 ഇയറിനുള്ളതായിരിക്കുള്ളൂ. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒക്ടോബറിൻ്റെ മാത്രം ഇൻഫോർമേഷൻ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു മാസത്തെയാണ് കാണേണ്ടത്. അതിന് ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. ഓക്കെ, ആ ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിട്ടും. ആ 10,000 ആണ് എക്സിൻ്റെ എടുക്കേണ്ടത്. അതേപോലെ തന്നെ വൈയുടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 24 ലാക്ക് കിട്ടും. 24 ലാക്കിൻ്റെ 6% എടുക്കുക, എന്നിട്ട് ഒരു മാസത്തേക്കുള്ളത് കാണുക. അങ്ങനെ 12,000 കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോന്നും എടുക്കേണ്ടത്. ഓക്കെ, 60 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 6% കാണുക, ഒരു മാസത്തേക്കുള്ള 8,000 കിട്ടും. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് എല്ലാത്തിൻ്റെയും ടോട്ടൽ കണ്ടു. ഇനി ഈ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്, സർവീസ് റെൻഡേർഡ് ബൈ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇതായ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് റേഷ്യോയിലാണ് സർവീസ് ചെയ്ത് കൊടുക്കേണ്ടത്, 50-30-20 എന്നുള്ള റേഷ്യോയിൽ. ആ റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണ് വന്നിരിക്കണേ, 90,000. ആ 90,000 നമുക്ക് ഏത് റേഷ്യോയിൽ ചെയ്യണം, 50-30-20 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് കൊടുക്കണം. 50-30-20 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് 90,000ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 45,000. ഇനി 90,000ൻ്റെ 30% എന്ന് പറഞ്ഞാൽ 27,000. 90,000ൻ്റെ 20% 18,000. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്, 40,000. അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 40,000. 40,000ന് ഏത് റേഷ്യോയിലാണ്, 40,000 സർവീസ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് റേഷ്യോയിലാണ്, 40-40-20 എന്നുള്ള റേഷ്യോയിൽ. ഏത് റേഷ്യോ ആണ്, 40-40-20 40-40-20 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 40,000ൻ്റെ 40% കാണണം. എത്രയാണ്, 16,000. അത് തന്നെ ഇവിടെ വരും. അതിൻ്റെ പാതി 8,000. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ടോട്ടൽ കാണാം. അതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ 61,000, 43,000, 26,000 ഇവിടെ നില്ലായിട്ട് വരും. ഓക്കെ, സോറി, ഞാൻ ഇത് മാത്രമേ ടോട്ടൽ എടുത്തോളൂ. ഈ ടോട്ടലിൻ്റെ കൂടെ ഇതും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 1,87,000, 1,91,000, 82,000 എന്ന് ടോട്ടൽ കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഈസി ആയിട്ട് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ആൻസറാണ് അല്ലേ. അതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈസി ആയിട്ട് സ്കോർ ചെയ്യായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസംബറിൽ. ദ സമ്മറി ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആസ് ഫോളോസ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ റേഷ്യോ ഓഫ്, ആ റേഷ്യോ കൊടുത്തിട്ടുണ്ട് എക്സിനും വൈനും. ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് കോസ്റ്റ് എമംഗ് എ, ബി ആൻഡ് സി അണ്ടർ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിളായിട്ടുള്ളതാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. നമുക്കത് ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കണമെന്നില്ല, ഞാനത് ജസ്റ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ തന്ന ഫിഗേഴ്സ് ആദ്യം എടുത്ത് എഴുതി. ഇനി എക്സിനെ ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ 20-40-30-10 എന്ന് തന്നിട്ടുണ്ട്. ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. വൈനെ ഡിവൈഡ് ചെയ്യേണ്ടത് അതേപോലെ 40-20-20-20 എന്ന് പറഞ്ഞിട്ട് അതിൽ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഓരോന്നും ഡിവൈഡ് ചെയ്ത് നെഗ്ലിജിബിൾ ഫിഗർ ആയപ്പോൾ, അതായത് ഇനി 0.388 അതിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ള സിറ്റുവേഷൻ വന്ന കാരണം അവിടെ വെച്ച് ഞാൻ നിർത്തി, ബാക്കി ടോട്ടൽ ചെയ്തു. ഇതാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് 7 മാർക്കിൻ്റെ 2017 ഡിസംബറിൽ ചോദിച്ചാണ്. ഓക്കെ, ഇനി 2017 ജൂണിൽ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അത് എ ഫാക്ടറി ഹാസ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് P1, P2, P3, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1 ആൻഡ് S2. ദ ഫോളോയിങ് ഓവർഹെഡ് ആൻഡ് അതർ ഇൻഫോർമേഷൻ ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്ക് ഫോർ ദ മന്ത് ഓഫ് മെയ് 2017. ഒരു മാസത്തെയാണ് അവർ തന്നേക്കണത്.
അതെങ്ങനെ തന്നിരിക്കുന്നത്? അത് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. എക്സ്പെൻസ് റെൻറ്റ്, പ്ലാൻ റിപ്പയർ, ഡിപ്രീസിയേഷൻ, ലൈറ്റ്, സൂപ്പർവിഷൻ, ഫയർ, ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക്, കോസ്റ്റ് ഓഫ് ഐഡിയൽ ടൈം, പവർ, ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ P1 P2 അത് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അലോക്കേറ്റ് ദ ഓവർ ഹെഡ് എമംഗ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ബേസിസ്. അതായത് എന്താണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. If S1 and S2 use 10% of each other's facility, find the total cost of S1 by the simultaneous equation method. അത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡറി എന്താ ഉദ്ദേശിക്കുന്നത്? സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനായിട്ട് ഈ എക്സ്പെൻസ് എല്ലാം ഓരോന്നിനും നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസ്, ബേസിസ്, ടോട്ടൽ, P1 P2 P3 S1 S2 എന്നങ്ങനെ കോളം വരച്ച് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെൻസ് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ എഴുതിയിട്ടുണ്ട്. ഇനി ബേസിസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റെൻറ്റ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? സാധാരണ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്. ഏരിയ ഉണ്ടോ? ഏരിയ ഉണ്ട്. ഏരിയ അപ്പോൾ റെൻറ്റ് ഡിവൈഡ് ചെയ്യേണ്ട ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏരിയയുടെ അടിസ്ഥാനത്തിൽ. റിപ്പയേഴ്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക? റിപ്പയേഴ്സ് എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പയേഴ്സ് വരിക. ഓക്കെ. ഡിപ്രീസിയേഷൻ എന്തായാലും പ്ലാന്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വരും, വേറൊന്നിൻ്റെ ഇതിലില്ല. ലൈറ്റിംഗ് ഏതിലാണ് നോക്കുക? ലൈറ്റിംഗ് നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്. ലൈറ്റിംഗ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏരിയയുടെ അടിസ്ഥാനത്തിൽ. നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ടില്ല. സൂപ്പർവിഷൻ എന്തായാലും എന്തായിരിക്കും? നമ്പർ ഓഫ് എംപ്ലോയീസ്, നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുള്ളൂ സൂപ്പർവിഷൻ. ഫയർ ഇൻഷുറൻസ് എന്തായിരിക്കും? സ്റ്റോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഐഡിയൽ ടൈം ഏതിനാണ്? വേജസിനാണ് ബാധകമാവുന്നത് അല്ലേ? ഐഡിയൽ ടൈം ഏതാണ് നോക്കണത്? വേജസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. പവർ എന്തിനാണ്? പവർ HP പവർ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. HP പവർ കൊടുത്തിട്ടുണ്ട്. പവർ HP പവർ അനുസരിച്ച് കൊടുക്കണം. ഇനി ഈ റേഷ്യോയിൽ ഇതേ ബേസിസ് അനുസരിച്ച് ഞാനിത് ഡിവൈഡ് ചെയ്തിട്ട് വരാം. അങ്ങനെ അതേ റേഷ്യോയിൽ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് ഞാൻ ടോട്ടൽ എടുത്തു കഴിഞ്ഞ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയണത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, അതായത് S1നെ S2നെ ഏത് വിധത്തിൽ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്? സൈമൾട്ടേനിയസ് ഇക്വേഷൻ വഴി ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ വഴി നമുക്ക് നോക്കാം. S1 3060യും S2 1690യും ആണ് വന്നേക്കണത്. ഇനി സൈമൾട്ടേനിയസ് ഇക്വേഷൻ എടുക്കാൻ നേരത്തേക്കും എങ്ങനെ എടുക്കണം? S1 is equal to 3060 പ്ലസ് എത്രയാണ് ഇത് വന്നിരിക്കുന്നത്? 10% അല്ലേ? 10% ഓഫ് ഈച്ച് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ പ്ലസ് 0.10 S2, അത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് എന്താണ്? S2 is equal to 1000, എത്ര വന്നത്? 1690 പ്ലസ് 0.10 ഓഫ് S1, അത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്കിതിലേക്ക് ചെയ്ത് കൊടുക്കാം. S1 is equal to 3060 പ്ലസ് 0.10 1690 പ്ലസ് 0.10 S1. 3060 പ്ലസ് 1690 into 0.1 169 plus 0.1 into 0.1 0.01 S1. ഇനി S1 is equal to 3060 plus 169 3229 plus 0.01 S1. S1 minus 0.01 S1 is equal to 3229. അപ്പോൾ 1 minus 0.01 is equal to 0.99 S1 is equal to 3229. S1 is equal to 3229 divided by 0.99 is equal to 229 divided by 0.99. 3261.6 ആണ്. 32 ഇനി നമുക്ക്
S1 കിട്ടി. ഇനി S2 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? S2 കിട്ടാനായിട്ട് 1690 പ്ലസ് 0.10 ഇൻറ്റു 3262 ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1690 പ്ലസ് 3262 ഇൻറ്റു 0.1 326.2 is equal to 2016.2. S1ഉം S2ഉം നമുക്ക് കിട്ടി. ഓക്കെ, S1ഉം S2ഉം കിട്ടി. ഇതിൽ വേറെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? S10 ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് S1 S2 ബൈ ദ സൈമൾട്ടേനിയസ് ഇക്വേഷൻ വഴി. അല്ലേ, ടോട്ടൽ കോസ്റ്റ് മാത്രം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, ബാക്കിയൊന്നും കാണാനായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി എന്താ ചെയ്യണ്ടേ? സാധാരണ നമ്മൾ ചെയ്യാൻ നേരത്ത് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സൈമൾട്ടേനിയസ് ഇക്വേഷൻ വഴി തിരിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അല്ലേ, ഈക്വൽ ആണോ ആ വാല്യൂ നില്ലായി പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷെ ഇവിടെ അത് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമല്ല. കാരണം എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ അതിൻ്റെ റേഷ്യോ ഒന്നും നമുക്ക് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? S1ഉം S2ഉം കണ്ടുപിടിച്ചതോടുകൂടി തന്നെ നമ്മൾ ഈ പ്രോബ്ലം നിർത്തേണ്ടി വരും. വേറെ ഒന്നും ചെയ്യണ്ട. S1ഉം S2ഉം മാത്രം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും കൂടി ജോയിൻ്റ് ആയിട്ട് വന്ന ഒരു പ്രോബ്ലമാണ്. 7 മാർക്ക് തന്നെയാണ് ഇനി ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ആ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈമാവും. ആ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനെല്ലാം ഒന്ന് ഇതായിട്ട് അപ്പോർഷൻ ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ നമ്മൾ ചോദിച്ചത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ എന്താണ്? ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒന്നും ഡിഫിക്കൽട്ടായിട്ടൊന്നും ഇതുവരേക്കും ചോദിച്ചിട്ടില്ല.